വാവരസ്വാമിയുടെ പള്ളിയാണിത്. വലിയ അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വലിയ അമ്പലം. അന്നൊരു പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ് കോടികളാണ് അല്ലേ? ട്രാവലിംഗ് ടൂർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മതസൗഹാർദ്ദങ്ങളുടെ നാടായ എരുമേലിയിൽ വാവരസ്വാമിയുടെയും ശ്രീ പേട്ട ധർമ്മശാസ്താവിന്റെയും മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എരുമേലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ ധർമ്മശാസ്താവായ അയ്യപ്പസ്വാമി മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലമെന്നാണ് ഐതിഹ്യം. എരുമേലിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും നമ്മൾക്ക് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈസൂർ ഗോൾഡാണ്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എങ്കിലും കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം ഏത് ബാങ്കിൽ പണയമിരിക്കുന്നതാണെങ്കിലും അത് എടുത്ത് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ വിൽക്കുവാൻ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും. ഇവരുടെ ബ്രാഞ്ചുകൾ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ വാവരസ്വാമിയുടെ പള്ളിയാണിത്. നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യപ്പസ്വാമിയുടെ തോഴനായ വാവരസ്വാമിയുടെ മസ്ജിദാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? നമുക്കൊന്ന് ജസ്റ്റ് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷേ നമ്മളിപ്പോൾ വാവരപ്പള്ളിക്കകത്താണ് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ മുൻവശമാണ് നമ്മൾ കാണുന്നത്. കണ്ടോ? എന്ത് ഭംഗിയല്ലേ നമുക്കിവിടെ കാഴ്ചകൾ. അടുത്ത മാസമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ നമുക്ക് ഇവിടുത്തെ പള്ളി സെക്രട്ടറി ഉണ്ട്. നമുക്ക് സെക്രട്ടറിയെ കണ്ടിട്ട് ഇവിടുത്തെ എരുമേലിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. വാവര് മസ്ജിദിന്റെ വൈസ് പ്രസിഡന്റാണ് നമ്മൾ കണ്ടത്. പേരെന്ന് പറയാമോ? സലീം കണ്ണങ്കര. അപ്പോൾ എരുമേലിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. 40 വർഷക്കാലമായിട്ട് എരുമേലി ജമാഅത്തിന്റെ ഭാരവാഹി മെമ്പറും ഒക്കെ ആയിട്ട് ഇപ്പം വൈസ് പ്രസിഡന്റുമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ എരുമേലിയെ കുറിച്ച് 2 വാക്ക് പറയാമോ? മതസൗഹാർദ്ദത്തിന്റെയും മാനവമൈത്രിയുടെയും ഒരു ഈറ്റില്ലമാണ് എരുമേലി. കാരണം അയ്യപ്പനും വാവരും സതീർത്ഥന്മാരായിരുന്നു. അയ്യപ്പനെ എന്നെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്നെ കാണാൻ വന്നാൽ മതിയെന്ന ശബരിമല ശാസ്താവ് പറഞ്ഞത്. എരുമേലി വാവര് പള്ളിയിൽ കയറി നേർച്ചയാഴ്ചകളൊക്കെ നടത്തി പള്ളിക്ക് വലം വെച്ച് തിരിച്ചിറങ്ങുന്ന പോലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. മുന്നോട്ട് ഇറങ്ങുക. അത്ര സൂക്ഷ്മതയോടു കൂടിയാണ് ഇവിടെ വാവരും അയ്യപ്പനുള്ള ബന്ധം എന്ന് പറയുന്നത്. മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലത്തിൽ ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ചരിത്രപ്രസിദ്ധമായ ചന്ദനക്കുളം, അത് അമ്പലപ്പുഴക്കാർ ആലങ്ങാട്ടുകാരുടെയും മതമൈത്രിയുടെയും മാനവമൈത്രിയുടെയും മതനിക്ഷേപതയുടെയും ഒരു വലിയ ഒരു ഉത്സവമായി മാറുക. ആ ഉത്സവം വരാമ്പോൾ ജനുവരി 10-ാം തീയതി, ധനുമാസം 26-ാം തീയതിയാണ്. അന്നാണ് എരുമേലി ഇതേവരെ കാണാത്ത ജനസഞ്ചയങ്ങളാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഭാഷയും എല്ലാം ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു പുണ്യസ്ഥലമാണ് എരുമേലി. വാവരും അയ്യപ്പനുള്ള ബന്ധം വീണ്ടും ഊട്ടി ഉറപ്പിക്കുക. അത് മതസൗഹാർദ്ദത്തിന് ലോകത്തിന് തന്നെ, ഇന്ത്യക്കെന്നല്ല കേരളത്തിലെ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് ഇന്ന് നിലനിൽക്കുകയാണ്. പ്രേക്ഷകരെ, നമ്മളിവിടെ സഹോദരിയെ കണ്ടിരിക്കുകയാണ്. അതൊരു കുസൃത ചോദ്യം ചോദിച്ചിട്ട് കറക്റ്റ് ഉത്തരം പറയുവാണെങ്കിൽ ക്രിക്കറ്റിലെ സമ്മാനമുണ്ട്. ചേച്ചി പേരെന്ന് പറയാമോ? ഷെഫീന. എവിടെ താമസിക്കുന്നത്? ടൗണിൽ തന്നെയാണല്ലേ? അപ്പോൾ എരുമേലിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒരു കുസൃത ചോദ്യം ചോദിക്കുവാണ്. കറക്റ്റ് ഉത്തരം പറയുവാണെങ്കിൽ ക്രിക്കറ്റിലെ സമ്മാനമുണ്ട്. മൈസൂർ ഗോൾഡിന്റെ സമ്മാനമാണ്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിന് മുമ്പ് എരുമേലിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലമല്ലേ? മതസൗഹാർദ്ദങ്ങളുടെ നാടാണ് നമ്മുടെ എരുമേലി. എല്ലാ ഉത്സവങ്ങളും ചന്ദനക്കുടം, പിന്നെ പേട്ടകെട്ട, ചന്ദനക്കുടം എല്ലാം പേരുകേട്ട നാടാണ് എരുമേലി. നാടല്ലേ? അന്നൊരു പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ്
ഓഗസ്റ്റ് കറക്റ്റ് ഉത്തരവാണ്. എങ്ങനെ മനസ്സിലായി? ഗസ്റ്റ് എന്ന് വെക്കുമ്പം ആലോചിച്ച് മനസ്സിലായി അല്ലേ? ഷെഫീന ചേച്ചിയാണ് കറക്റ്റ് ഉത്തരവാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ഉത്തരം നൽകുന്ന ഷെഫീനയ്ക്ക് മൈസൂർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ്. ഹാപ്പിയായോ? ഓക്കെ, താങ്ക് യു. മൈസൂർ ഗോൾഡിനെ കുറിച്ച് അറിയാവോ? അറിയത്തില്ലെങ്കിൽ പറയാം. മൈസൂർ ഗോൾഡിനെ കുറിച്ച് കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം അത് ബാങ്കിൽ പണയൊരുക്കുന്നതാണല്ലേ, അതെടുത്ത് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഉയർന്ന മൂല്യത്തിൽ വിൽക്കുവാൻ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും. കുറുങ്ങുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര് ഇവരുടെ സേവനം ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എരുമേലിലുള്ള കല്യാൺ ഫാൻസി മെറ്റൽ ഗിഫ്റ്റ് ഹൗസിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ബാ. പ്രേക്ഷകരെ, സൂചി കുത്താനറിയില്ലാത്തൊരു കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വേണോ നോക്കിയാൽ നിങ്ങൾ, മാലകള്, നെയിൽ പോളിഷ്, ബർത്ത്ഡേയുടെ ക്യാപ്പ്, അതുപോലെ ഇതുണ്ടോ ലാമ്പുകള്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകളാണ് നമുക്കിവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. നോക്കിയേ, കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസുകളുണ്ട്. ഇതൊക്കെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കാണുന്നതും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഓണറും ഇവിടുത്തെ ചേട്ടനും നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ബിജിമാൻ. ഇവിടെ എത്ര വർഷമായിട്ട് നമ്മുടെ കട? 35 വർഷമായിട്ട് കടയാണ്. 35 വർഷമായിട്ട് ഷോപ്പ് തുടങ്ങുക അല്ലേ? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്, എരുമേലി എന്ന് പറഞ്ഞാൽ ഒരു അറിയാലോ, ലോകമെമ്പാട് അറിയപ്പെടുന്ന സ്ഥലമാണ് തീർച്ചയായിട്ടും. എരുമേലി വളരെ വർഷങ്ങളായിട്ട് നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെ കട ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കൺസെപ്റ്റിൽ നമ്മളിവിടുത്തെ നാടിന് എങ്ങനെയാണോ സാധനങ്ങൾ ആൾക്കാർക്ക് ആവശ്യം അതനുസരിച്ചാണ് നമ്മൾ ഈ കട സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഒരു പെട്ടെന്നൊരു സൂപ്പർ മാർക്കറ്റ് എന്നുള്ള സ്റ്റൈൽ മാത്രമല്ല, നമ്മുടെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ വരുന്ന ആൾക്കാർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഐറ്റങ്ങളും കിട്ടണം. ഇതാണ് നമ്മുടെ മോട്ടോ. എല്ലാ ഐറ്റം ഏത് സമയത്തും നമ്മൾ അത് അവൈലബിൾ ആയിട്ട് കൊടുക്കാന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഏത് ഐറ്റങ്ങൾക്ക് വന്നാലും റിലയൻസ് സ്റ്റോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമുക്ക് എന്ത് സാധനങ്ങൾ ആൾക്കാർക്ക് വേണോ അത് ലോഡ് മറിച്ചിട്ട പോലെ ഇവിടെ സാധനങ്ങളെല്ലാം തുടക്കത്തിലെ പറഞ്ഞ സൂചി കുത്താൻ ഇടയില്ല, അതുപോലെ സാധനങ്ങളാണ് നമ്മുടെ ഐറ്റങ്ങളെല്ലാം. അതുപോലെയാണ്. ലേഡീസ് ഐറ്റംസ് ആണ് ഇവിടെ മൊത്തം. ലേഡീസ് മാത്രമല്ല, ലേഡീസ് ഐറ്റം നമുക്കുണ്ട്. ലേഡീസ് ഐറ്റം ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം അറിയാലോ, ലേഡീസ് ഫസ്റ്റ്. അത് നമ്മൾ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അവർക്ക് എന്താ ആവശ്യങ്ങളുണ്ട്, അതുപോലെ അവരുടെ അടുക്കളയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം, എല്ലാ സാധനങ്ങളും, അവർക്ക് തയ്യലിന് വേണ്ട സാധനങ്ങൾ, അവർക്ക് അണിഞ്ഞൊരുങ്ങാനുള്ള ഐറ്റങ്ങൾ, പിന്നെ വീട്ടിൽ പാചകം ചെയ്യാനുള്ള ഐറ്റങ്ങൾ എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. അത്രേ ഉള്ളൂ. ഏത് സാധനം പുതിയത് വരുന്നോ അത് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ. ലേഡീസ് ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർക്കുള്ളതാണ് ഈ കട. നമ്മുടെ കടയല്ല. നമ്മളിത് കൈകാര്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഐറ്റങ്ങളാണ് മുഴുവൻ. ഇവരൊക്കെയാണ് എന്നെ ഇവിടെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്റെ ഭാര്യയാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അദ്ദേഹം റീസെന്റ് ആണ്. എന്നാ നമുക്ക് ഓരോ കാഴ്ചകളും കണ്ടുപോവാം. ഓക്കെ, കണ്ടോ, നമ്മുടെ കടകളൊന്ന് കയറി കണ്ടോളൂ. ഇവിടെ ഐറ്റങ്ങളൊക്കെ ഒന്ന് കാണാം. ചേച്ചി, നമ്മുടെ ഐറ്റംസുകളെല്ലാം ഒന്ന് കാണിക്കാം നമുക്ക്. ഇത് ലേഡീസ് ഐറ്റംസ്, മാലകളല്ലേ? മാലയുണ്ട്. ഇതിന് കാശുമാല. ഓ, അത് ശരി, അടിപൊളി. ഇതിന് മുടികള്. ഇത് മുടികള്. എല്ലാ സാധനവും. ഇത് കമ്മലുകള്. അടിപൊളി കമ്മലുകള്. എല്ലാ കമ്മലുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇത് കമ്മലാണോ? ഇതെല്ലാം കമ്മലുകള്. ഓ, അടിപൊളി. പിന്നെ വളകള്. വളകള്. ഇത് ഏത് മോഡല് വളയാ ചെയ്ത്? ഇപ്പോഴത്തെ മോഡൽ വെറൈറ്റി മാല. വെറൈറ്റി മോഡലുകളാണല്ലേ? അടുത്ത കാണിക്കും. തലേന്റെ ബുഷുകള്. ഇത് ബുഷുകളാണല്ലേ? ഓ, അത് ശരി. ബുഷുകള്. വെറൈറ്റി ബുഷുകളല്ലേ? പിള്ളേരുടെ നിറച്ച് സാധനങ്ങളല്ലേ? മൊത്തം അടുക്കി വെച്ചേക്കോ. സാധനം എല്ലാം താഴെ പോവാ. നോക്കിയേ, പുതിയ മോദിയ ക്ലിപ്പുകള്. ഇത് കൊള്ളാലോ, അടിപൊളി അല്ലേ? ഇത് പിള്ളേർക്കുള്ളതാണോ അതോ? പ്രഷർ നോക്കിയാ അടിപൊളി ക്ലിപ്പുകളല്ലേ? നോക്കിയാ രസ കാണാൻ. ഇതെല്ലാം ക്ലിപ്പുകളാണോ ചേച്ചി? എല്ലാം ക്ലിപ്പുകളാണ്. ബുഷുകളുണ്ട്. ഒരു രക്ഷയില്ല. ഇവിടെ മറിച്ച് സാധനങ്ങളാണ്. എന്നൊക്കെ നോക്കണം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുടെ മാലകള് നോക്കിയേ, മുത്തുമാലകളുടെ ഒരു ശേഖരമാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു ലേഡീസ് ഐറ്റംസ് എല്ലാം. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഭയങ്കര സംഭവമാണ്. നടക്കാൻ പോലും നമുക്ക് ഇടയില്ല. പിള്ളേരുടെ ടോയ്സ് ഐറ്റംസ്. കാറാണ്. വെറൈറ്റി കാറുണ്ടോ? ഇത് താറാണ്. താറ് കണ്ടോ? പിള്ളേരുടെ ബോട്ടിലുകളാണല്ലേ? ഓക്കെ. ഇത് കൊള്ളാതെ. ഇതിന്റെ കണ്ടെയ്നറോ?
അടിപൊളി കേട്ടോ. നോക്കി ബോട്ടിൽ കണ്ടോ പ്രഷർ, അടിപൊളിയല്ലേ. അപ്പൊ ഇനി എന്നാ ചേച്ചി അടുത്ത നമുക്ക് ഫ്ലവേഴ്സോ ഇച്ചിരി ഉറക്കെ പറഞ്ഞു നമ്മുടെ പ്രേക്ഷകർ കേക്കട്ടെ. ഫ്ലവർ ഉണ്ട്, ആ ഫ്ലവറ്, നിലവിളക്കുകളുണ്ട്. ഇതന്നെ ഈ സംഭവം, ഇതൊക്കെ ഒന്ന് കാണിക്കണം. ഇതൊക്കെ വെറൈറ്റി സാധനം ഉണ്ടോ. എന്നാ രസമാണ് നോക്കി പ്രേക്ഷകർ, നോക്കി ഇതുണ്ട്. എന്താ രസം നോക്കി, അടിപൊളി. സ്റ്റീൽ പാത്രങ്ങള്, ഇതിനെ ബുക്കിന്റെ സെക്ഷനാണ് ചേച്ചി. ബുക്കിന്റെ ഐറ്റംസ്, അക്കൗണ്ട് ബുക്കുകൾ, പ്രഷറെ അക്കൗണ്ട് ബുക്കുകൾ, രജിസ്റ്റർ ബുക്കുകളാണ് ഈ അടുക്കി വെച്ചേക്കുന്നത്. പ്രഷർ ഇതുണ്ടോ ഒരു വെറൈറ്റി സാധനം, ചിരട്ട കൊണ്ടുള്ള തവികളാണ്. ചിരട്ടത്തവികള്, ഇതാണ് ചിരട്ടയുടെ പഴയ കാലങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ചിരട്ട തവി. അതായത് ഇത് ചോറ് പോരുന്ന തവി. ഇതന്നെ ചേച്ചി ഇത് കണ്ണാപ്പയുണ്ട്. ഇതെന്നാ സാധനം, ഇത് കോരുതവി ഉണ്ട്. കണ്ടോ, ഇതൊക്കെ നാടൻ സാധനങ്ങളല്ലേ, നാടൻ ഐറ്റങ്ങള്. ഇത് ബുക്കിന്റെ സെക്ഷനാണ്, ബുക്സിന്റെ സെക്ഷൻ അല്ലേ. ഇത്രയും വലിയ ബുക്കുകളല്ലേ, എല്ലാ ബുക്കുകളും ഉണ്ട്. മേളിരിക്കുന്നൊക്കെ ഫയലുകൾ ഐറ്റങ്ങള്. അപ്പൊ പ്രഷറെ ബുക്സുകള് ഫയൽസുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പൊ അടുത്ത ഐറ്റംസ്, എന്തോ ക്ലോക്കോ? ഓ അത് ശരി, ക്ലോക്ക് ഐറ്റംസ് ആ മൊത്തം അല്ലേ. അപ്പൊ നമുക്ക് തന്നെ തവകള്. പ്രഷർ ഇതുണ്ട്, ചെരുപ്പ് വരെ ഇവിടെ ഉണ്ട് നോക്കി. അതുകൊണ്ട് അതിനേക്കാൾ വലിയ ഐറ്റംസ് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. നെറ്റിപ്പട്ടം, ഇതാണ്. എന്ത് രസമല്ലേ കാണാൻ. ഇനി അടുത്ത തന്നെ നമുക്ക് കാണാനുള്ള കാര്യം ശ്രീബുദ്ധന്റെ ഒരു പ്രതിമ കാണിച്ചേ. കുപ്പിവള എന്ന് പറഞ്ഞാൽ കുപ്പിവള ഇഷ്ടമില്ലാത്ത പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിലില്ല. പ്രഷർ ചെയ്തുണ്ടോ ടിഷ്യൂ പേപ്പറിന്റെ ഒരു ഐറ്റംസ് ആണ്. ടിഷ്യൂ പേപ്പറിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. പേപ്പർ പ്ലേറ്റ് ഉണ്ട്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് ഗ്ലാസുകള്, പേപ്പർ ഗ്ലാസുകള്. പിന്നെ ചേച്ചി നമുക്ക് പിന്നെയുള്ള സ്റ്റീൽ പാത്രം, ഇവിടെ സ്റ്റീൽ പാത്രങ്ങളാണ് മൊത്തം. പിന്നെ തന്നെ കണ്ടെയ്നർ സെറ്റ് ആണ് മൊത്തം ഉള്ളത്. ചവിട്ടിയുണ്ട്, ചവിട്ടിയൊക്കെ കാണിച്ചു. ചവിട്ടി എല്ലാ കളറും ചവിട്ടികളുണ്ട്. ഫിഷ്, ബക്കറ്റ്സ്, കപ്പ്, പിന്നെ അലുമിനിയം പാത്രങ്ങള്, എല്ലാ അലുമിനിയം പാത്രങ്ങളും നമുക്കിവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒരു ഐറ്റംസും ഇല്ല. നമ്മുടെ കല്യാൺസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഇവിടെ ആ ചേട്ടൻ ഇവിടുത്തെ നമ്മുടെ ഓണർ പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ സുലഭമാണ്. അതാണ് അല്ലേ? അതെ. ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് ഈ സൈഡില് ടൈലറിങ് ഐറ്റംസ്. ഓ ഇതെല്ലാം ടൈലറിങ് അല്ലേ? അതെ അതെ. അത് ശരി, ഇതൊക്കെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിരിക്കും അല്ലേ? ഓ അത് ശരി. ആഹാ, നൂലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നമുക്ക് കുട്ടികൾക്ക് ഇപ്പൊ സ്കൂൾ കലോത്സവമായിട്ട് അതുപോലെ സ്കൂളിലെ ഈ പ്രോഗ്രാംസ് ശാസ്ത്രമേള കടക്കല്ലേ, അതിനോടനുബന്ധിച്ച് ബുക്ക് ബൈൻഡിങ്ങിന്റെ ഐറ്റങ്ങള്, അഗർബത്തി മേക്കിങ്ങിനുള്ള ഐറ്റം, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അതുപോലെ നാച്ചുറൽ ക്ലേ, കുട്ടികൾക്കുള്ള നാച്ചുറൽ ക്ലേ, അതായത് അഗർബത്തി മേക്ക് ഇതെല്ലാം ഉണ്ടാക്കാനുള്ള എല്ലാം നമുക്കൊരു 500 ഉണ്ടാക്കാം. പിള്ളേർക്ക് പഠിക്കാനുള്ള എല്ലാ സെറ്റും അതിനകത്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ ഫർ ക്ലോത്ത് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മറ്റേ ഈ പാവ ഉണ്ടാക്കാൻ ഉള്ള സാധനങ്ങൾ, അതിന്റെ കണ്ണ മൂക്ക സാധനങ്ങൾ, അങ്ങനെയുള്ള ഐറ്റങ്ങൾ. പിന്നെ നമുക്കുള്ളത് മെറ്റൽ എൻഗ്രേവിങ്ങിന്റെ ഐറ്റങ്ങളാണ്. അത് കുട്ടികൾക്ക് പറഞ്ഞ കണക്ക് പുതിയ മെറ്റലിൽ വർക്ക് ചെയ്ത് പഠിക്കാനുള്ളത്, അതിന്റെ ടൂൾസുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ മെയിനായിട്ട് പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ എല്ലാവിധ സാധനങ്ങളും, ഹൗസ് ഹോൾഡ് ഐറ്റങ്ങൾ, കുക്കറിന്റെ സെയില്, അതിന്റെ സർവീസുകൾ, അതിന്റെ പാർട്സുകൾ മുഴുവൻ, എല്ലാം തയ്യൽ മെഷീന്, അതിന്റെ പാർട്സുകൾ, അതിന്റെ സർവീസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ, എല്ലാ കാര്യങ്ങളും. ഗ്യാസ് സ്റ്റവ് പറഞ്ഞല്ലോ, ഗ്യാസ് സ്റ്റവിന്റെ ഐറ്റങ്ങൾ പറഞ്ഞല്ലോ, അത് കംപ്ലീറ്റ് ഉണ്ട്. അതിന്റെ എല്ലാ ടൈപ്പ് ഗ്യാസ് സ്റ്റവിന്റെ ഉണ്ട്. നമുക്ക് കൊമേഴ്സ്യൽ ടൈപ്പിന്റെ ആണെങ്കിലും ഹൗസ് ഹോൾഡിന്റെ ആണെങ്കിലും എല്ലാ ടൈപ്പ് സാധനങ്ങളും, അതിന്റെ ഐറ്റങ്ങളെല്ലാം നമുക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും ലഭ്യമാണ്. എല്ലാ ഐറ്റംസുകളും നമ്മുടെ കല്യാണത്തിൽ ലഭ്യമാണ് അല്ലെ? ഏത് ഐറ്റങ്ങളും ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പിന്നെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ, കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക്സിന്റെ ചെറിയ സാധനങ്ങളെല്ലാം ഉണ്ട്. സാധനങ്ങൾ, അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ സർവീസുകളുണ്ട്. അതിന്റെ ഇപ്പം നമുക്ക് അറിയാലോ, എമർജൻസികൾ, അതുപോലെ തന്നെ നമ്മുടെ ടോർച്ച്, അയൺ ബോക്സുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് സർവീസ്, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. സർവീസ് പ്രഷറെ ഗ്യാസിന്റെ അക്സസറീസ് ഉൾപ്പെടെ എല്ലാ ഐറ്റംസുകളും ഇവിടെ ലഭ്യമാണ്. ഇതുണ്ടോ, കൂടാതെ ഇതിന്റെ സർവീസിങ്ങും ഇവിടെ ലഭ്യമാണ്. പ്രഷറെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെയാണ് നമ്മുടെ കട ഓപ്പണിങ്. അപ്പോൾ എന്ത് ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വന്നാലും
ഇവിടെ എന്തെങ്കിലും നിങ്ങൾ എടുക്കാതെ ഇവിടുന്ന് പോകുമല്ലോ, അതുപോലെ സാധനങ്ങളുടെ ഒരു കൂമ്പാരമാണ്. നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലോട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. അപ്പം ചേട്ടാ വളരെയധികം സന്തോഷം. സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പോൾ പ്രേക്ഷകരെ ഇവിടുത്തെ വിഷയങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മൾ പുതിയ കാഴ്ചകളിലേക്ക് പോവാണ്. പ്രേക്ഷകരെ റാന്നി പത്തനംതിട്ട റൂട്ടിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പമ്പയ്ക്ക് പോകുന്ന വഴി, എരുമേലിൽ നിന്ന് പമ്പയ്ക്ക് പോകുന്ന വഴി കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കൊച്ചമ്പലത്തിൽ നിന്നും എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നും വലിയമ്പലത്തിലോട്ടാണ് നമ്മുടെ യാത്ര. കണ്ടോ പ്രേക്ഷകരെ എത്ര വൈബാന്ന് നോക്കി. എരുമേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളം ഒട്ടും മലയാളികളെല്ലാം അറിയുന്ന സ്ഥലമാണ് എരുമേലി. അയ്യപ്പ സ്വാമിയുടെ നാട്, വാവര് സ്വാമിയുടെ നാടാണ് എരുമേലി. പേട്ടകെട്ടും ചന്ദനക്കുടവും അറിയാത്ത മലയാളികളില്ല. നമ്മളിപ്പോൾ പോകുന്നത് വലിയമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് വലിയമ്പലം, എരുമേലി വലിയമ്പലം. പ്രേക്ഷകരെ എരുമേലി വലിയമ്പലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ ഇവിടുന്നാണ് പേട്ട തുള്ളുന്നത്. ഇവിടുന്നാണ് കൊച്ചമ്പലത്തിൽ നിന്നും വലിയമ്പലത്തിലോട്ടാണ് എരുമേലി പേട്ട തുള്ളി വരുന്നത് നമ്മൾ കാണാനുള്ള. അടുത്ത വൃശ്ചിക മാസത്തിലാണ് നമ്മൾ ശബരിമലയിൽ നട തുറക്കുന്നത്. ഇവിടെയൊക്കെ ജനപ്രളയമാണ് നമ്മൾക്കിവിടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിവിടെ 3 സഹോദരിമാരെ കിട്ടുന്നുണ്ട്. ഇവരോട് കുസൃതി ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ ഒരു കിടിലൻ സമ്മാനം നമ്മൾ നൽകുന്നതാണ്. ചോദ്യം ചോദിക്കാം. ചേച്ചി പേരെന്ന് പറഞ്ഞു? എന്റെ പേര് സുനി. സുനി എവിടെ? എരുമേലി തന്നെയാണോ? അല്ല, വീട് മുണ്ടക്കയാണ്. എന്താ ജോലിയാണ്? ജോലിയാണ്, പത്തനംതിട്ടയാണ്. അപ്പൊ ഇപ്പൊ KSRTC ഇറങ്ങിയിട്ട് പ്രൈവറ്റ് ബസ് നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ സമയം കളയുന്നില്ല. ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര് പറയാം. ലക്ഷ്മി. ഇവിടെ തന്നെ സ്ഥലം? ജയലക്ഷ്മി അല്ലെ, പുഞ്ചവേല്. ചേച്ചിയുടെ പേര് പറയാം? രജീന. പുലിക്കുന്നാണ്. ഇവരുടെയൊക്കെ ബസ് വരും, പെട്ടെന്ന് നമുക്ക് ചോദിക്കാം. അപ്പം വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഗസ്റ്റ് ഉത്തരം പറയുന്നവർക്ക് ഒരു കിടിലൻ സമ്മാനം മൈസൂർ ഗോൾഡ് നൽകുന്നതാണ്. പറഞ്ഞു കുസൃതി ചോദ്യമാണ്, ആലോചിച്ച് പറഞ്ഞാൽ മതി. ആർക്ക് വേണം പറയുന്ന ഒരാൾക്ക് ഉത്തരം തരാം. ഒരു ഉത്തരമുണ്ട്, ഒരു സമ്മാനമുണ്ട്. വളരെ ശരി ഉത്തരവാണ്. മുണ്ടക്കത്തുള്ള സുനി എന്ന് പറഞ്ഞ ആളാണ് നമ്മളോട് കറക്റ്റ് ഉത്തരം പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മുടെ അടിപൊളി സമ്മാനം, മൈസൂർ ഗോൾഡ് നൽകുന്ന അടിപൊളി സമ്മാനം നൽകുവാണ്. അപ്പം താങ്ക് യു. അപ്പൊ മൈസൂർ ഗോൾഡിനെ കുറിച്ച് അറിയാവോ? അറിയത്തില്ല. അപ്പൊ മൈസൂർ ഗോൾഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മൈസൂർ ഗോൾഡ് കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം അത് ബാങ്കിൽ പണയൊരുക്കുന്നതാണെങ്കിലും അതെടുത്ത് മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ വിൽക്കുവാൻ മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും. 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ്. പുൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര് ഇവരുടെ സേവനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇവരുടെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് തന്നെ വർഷങ്ങളായിട്ട് ഇവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടു, പരിചയപ്പെട്ട് നമുക്കിവിടെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ നമസ്കാരം. എന്നാണ് വിശേഷം? ഒരു വിശേഷവുമില്ല, ഇങ്ങനെ കാര്യങ്ങൾ. ഒരു വിശേഷമില്ലേ? ഇതൊക്കെയല്ലേ വിശേഷം? കോടികള് മേശപ്പുറത്ത് ഒരു വിശേഷം വരുന്നു അല്ലേ? കോടികളാണ് അല്ലേ? നാളത്തെ കോടികൾ, അത് ഇന്നത്തെ കോടികൾ. ഇന്നത്തെ കഴിഞ്ഞു, നാളത്തെ കോടികൾ. അപ്പൊ ഞങ്ങളൊരു കാര്യം ചോദിക്കുകയാണ്. എരുമേലിയെ കുറിച്ചൊരു 2 കാര്യങ്ങൾ പറയാം. 2 3 പറഞ്ഞു ഇഷ്ടമുള്ള പോലെ. എരുമേലിയുടെ വിശേഷങ്ങളും എരുമേലിയുടെ ഐതിഹ്യങ്ങളും എന്ത് വേണം പറയാം. എരുമേലിയെ പറ്റി പറഞ്ഞാൽ എരുമേലി അയ്യപ്പന്റെ സന്നിധി നമുക്ക് ഇരിക്കാനുള്ള ഭാഗ്യം. എരുമേലി തന്നെയാണോ? അപ്പൊ എരുമേലിയില് ജനിച്ചത് തന്നെ നമ്മുടെ ഭാഗ്യം അല്ലേ? അപ്പം എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയാൻ വേറെ വിശേഷങ്ങളില്ല. അയ്യപ്പന്മാരെ വരുന്നു, അങ്ങനെ കാര്യങ്ങൾ. ഇനിയിപ്പോ അടുത്ത സീസൺ ആവുകയാണ്. ആ വൃശ്ചിക മാസമായി അയ്യപ്പന്മാരുടെ ഒരു ജനപ്രളയമായിരിക്കും ഇവിടെ അല്ലേ? അപ്പൊ എന്തായാലും വളരെ സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. പേരെന്ന് പറഞ്ഞു? എന്റെ പേര് ഗോപിനാഥൻ ചെട്ടിയാർ. മതസൗഹാർദ്ദങ്ങളുടെ നാടായ എരുമേലിയിൽ നിന്നും മുണ്ടക്കയത്തോടുള്ള റൂട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ഒട്ടനവധി നിരവധി കടകളും ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ അയ്യപ്പന്റെ പുണ്യനാടായ ഈ നാട്ടിലെ വൃശ്ചിക മാസമാണ് വരാൻ പോകുന്നത്. വൃശ്ചിക മാസത്തിൽ ഇവിടെ മണ്ണിട്ടാൽ താഴാത്ത പ്രളയമാണ് നമ്മുടെ എരുമേലി. ഇത് എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം പോകുന്ന റൂട്ടാണ്. ഇവിടുത്തെ കുറെ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുത്തെ നാട്ടുകാരെയുമാണ് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് എരുമേലി. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എരുമേലിയിലുള്ള പ്രോംപ്റ്റ് ഇലക്ട്രോണിക്കൽ ആൻഡ് ഹോം അപ്ലയൻസിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പോയി കാണാം. ബാ. ഹലോ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? വിശേഷമൊന്നുമില്ലെങ്കിൽ പോകുന്നു. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നതാണ്. ശരി. പിന്നെ എന്തുകൊണ്ട് പിന്നെ ഇവിടുത്തെ എത്ര വർഷമായിട്ട് തുടങ്ങി നമ്മുടെ ഈ? ഞങ്ങള് ഈ കടന്നുകൊണ്ട് 40 വർഷമാകുന്നു. 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള
പേര് പറഞ്ഞില്ല. എന്റെ അവസരപ്പച്ചൻ. ഔസേപ്പച്ചൻ ചേട്ടന്റെ കടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എരുമേലിയിലുള്ള ഒരു അടിപൊളി ഷോറൂം അല്ലേ? പ്രോംറ്റ് ഇലക്ട്രിക്കൽ ഹോം അപ്ലയൻസസ്. ഹോം അപ്ലയൻസ്. അവിടുത്തെ സ്പെഷ്യാലിറ്റികളൊക്കെ നമുക്ക് മെയിനായിട്ട് നമ്മള് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റൗ, കുക്കർ, ടിവികൾ, എല്ലാ ടിവികളും. പിന്നെ ഞങ്ങൾ പ്രത്യേകം വെച്ചാൽ എല്ലാ ബ്രാൻഡ് ഐറ്റമാണ് വിൽക്കുന്നത്. എല്ലാ ബ്രാൻഡ് ഐറ്റം മാത്രമേ വിൽക്കുന്നു. മെയിനായിട്ട് എല്ലാ കൂടും പിന്നെ എല്ലാ വെറൈറ്റികളും ഉണ്ട്. മിക്സിനെ ആണെങ്കിൽ ഒരു 100 മോഡൽ നമുക്ക് സ്റ്റോക്ക് എണ്ണമല്ല മോഡൽ തന്നെ. സ്റ്റാർട്ടിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊരു 2,250-300 തൊട്ട് നമുക്ക് മിക്സി സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും. ഫോൺ ഡിസ്കൗണ്ടിൽ അറിയിട്ട് കൂടുതലും ബ്രാൻഡ് ഐറ്റംസ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ മെയിൻ ബ്രാൻഡാണ് കൂടുതൽ, എല്ലാം നല്ല ബ്രാൻഡുകളാണ് കൊടുക്കുന്നത് എല്ലാം തന്നെ. അപ്പൊ പ്രേക്ഷകരെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. അപ്പൊ നമുക്ക് കാണിക്കാം. ഓക്കെ. അപ്പൊ ചേട്ടാ ഈ ഗ്യാസ് സ്റ്റവിന്റെ റേറ്റിന്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ചേട്ടാ നമുക്ക് ഗ്യാസ് സ്റ്റവ് സ്റ്റീലുണ്ട്, ഗ്ലാസും ഉണ്ട്. 2 ബർണർ, 3 ബർണർ, 4 ബർണർ ടൈപ്പ് ഉണ്ട്. എല്ലാം ഡിസൈൻ സീരീസ് ഉണ്ട്. വാറണ്ടി നമുക്ക് 2 ഇയർ, 5 ഇയർ, 9 ഇയർ വരെ വാറണ്ടി നമുക്ക്. ഏറ്റവും മിനിമം ഒരു 1,800 സ്റ്റാർട്ട് ചെയ്യും ഗ്യാസ് സ്റ്റവ്. അപ്പോൾ എൻ്റെ പിന്നെ സ്റ്റോക്ക് പല എല്ലാ മോഡലും ഡിസ്പ്ലേ വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം അകത്താണ് വെച്ചിരിക്കുന്നത്. സാമ്പിൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവിടെ എല്ലാം അകത്തിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. സാമ്പിൾ ഡിസ്പ്ലേ മാത്രം കുറച്ച് വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം അകത്തായിരിക്കുന്നു. ചേട്ടാ മിക്സിയുടെ ധാരാളം കളക്ഷൻസിലാണോ നമുക്കുള്ളത്? ഉണ്ട്. മിക്സി നമുക്ക് മെയിനായിട്ട് മെയിൻ ഐറ്റമാണ്. നമ്മുടെ ഒരു മെയിൻ ഐറ്റമാണ്. എല്ലാ കമ്പനിയും മേജർ കമ്പനി മുഴുവൻ നമുക്കുണ്ട്. എല്ലാ മെയിൻ കമ്പനികളും പാനസോണിക് ഉണ്ട്, പ്രീതിയ, മീഡിയം, ബട്ടർഫ്ലൈ ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികൾ നമുക്കുണ്ട്. BPL ഉണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. എല്ലാത്തിനും വാറണ്ടി 2 കൊല്ലം മുതൽ 9 കൊല്ലം വാറണ്ടി നമുക്കുണ്ട്. പിന്നെ സർവീസ് 2 വർഷം മുതൽ 9 വർഷം വരെയാണ് നമുക്കിവിടെ മിക്സി ഗ്യാരണ്ടി. ഒരു അടുക്കളയിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ പോയിന്റിൽ വന്നാൽ കിട്ടും അല്ലേ? അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമുക്ക് എല്ലാ വെറൈറ്റിയും ഉണ്ട്. തവ, ഫ്രൈ പാൻ, കടായി, അങ്ങനത്തെ ഐറ്റംസ് മുഴുവൻ നമുക്കുണ്ട്. എല്ലാ സൈസും ഉണ്ട്. അതിനെല്ലാം വാറണ്ടി ഉള്ള 2 കൊല്ലം വാറണ്ടി എല്ലാത്തിനും ഉള്ളതാണ്. ഇതൊക്കെ ഫ്ലാസ്കുകൾ, സ്റ്റീൽ ഫ്ലാസ്കുകൾ, ഗിഫ്റ്റ് ആർട്ടിക്കലായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇവിടുത്തെ സെറ്റപ്പ് ഉണ്ടോ നോക്കിയേ. മിക്സിയും ഫാനിന്റെ ഒക്കെ ഒരു കളക്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ധാരാളം കളക്ഷൻസിലാണ്. അതുപോലെ തന്നെ ഹോം തിയേറ്റർ, അതുപോലെ സോഡാ മേക്കർ, മിക്സർ ബട്ട്ലർ, TV, എല്ലാത്തിൻ്റെ ഒരു കളക്ഷൻ തന്നെയാണ് നമ്മുടെ ഹോംറ്റില് ഉള്ളത്. പ്രഷറെ ലൂമിൻസിന്റെ ഇൻവെർട്ടറും ബാറ്ററി ഇവിടെ ലഭ്യമാണ്. പിന്നെ ഇതിന്റെ ഓതറൈസ് റീഡറും കൂടെയാണ് നമ്മുടെ ചേട്ടൻ. പ്രേക്ഷകരെ ഗ്രഹോപകരണങ്ങൾ കൂടാതെ എല്ലാവിധ വയറിംഗ് മെറ്റീരിയൽസും ഇവിടെ ലഭ്യമാണ്. അപ്പൊ പ്രേക്ഷകരെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം ഇവരുടെ തന്നെ അപ്പുറത്തുള്ള ഷോറൂമിൽ പോയി നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഷോറൂം കേട്ടോ. അടിപൊളി ഷോറൂമാണല്ലോ. കണ്ടോ, ഫ്രിഡ്ജിന്റെ ഒക്കെ ഒരു കളക്ഷൻ ആണല്ലോ നമുക്കിവിടെ ഉള്ളത്. അതെ. ഇത് എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും നമുക്കുണ്ടല്ലേ? ഉണ്ട്. എല്ലാ കമ്പനികളുടെയും ഡബിൾ ഡോർ അല്ലേ? അതെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. നല്ല ഇടയാണല്ലോ ഇതിനകത്ത് അല്ലേ? സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നമുക്ക് എല്ലാ സെറ്റപ്പും ഇല്ല. പിന്നെ സിംഗിൾ ഡോറും അതുപോലെ തന്നെ. അതിൽ കൂടുതലും സിംഗിൾ ഡോർ നമുക്ക് എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും സിംഗിൾ ഡോറും ഉണ്ട്. അതൊന്ന് കാണിച്ചു. എല്ലാത്തിനും നല്ല ഓഫറുകളാണ്. അത് നല്ല ഇടയാണ്. നല്ല ഇടയുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിവിടെ കുറെ വർഷങ്ങളായിട്ടുള്ള ബിസിനസ്സാണ്. പക്ഷേ 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഷോപ്പാണിത്. അതിന്റെ ഗുണനിലവാരവും ഇവിടുത്തെ പ്രൊഡക്ട്സിനും ഉണ്ട്. കൂടാതെ എല്ലാ കമ്പനികളുടെയും ഡീലർഷിപ്പും ഇവർക്കുണ്ട്. പിന്നെ ചേട്ടാ നമ്മുടെ വാറണ്ടീസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. വാറണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാ കമ്പനികളുടെയും കംപ്രസറിന് 10 വർഷം ഗ്യാരണ്ടി ഉണ്ട്. 10 വർഷം ഗ്യാരണ്ടി ഉണ്ട്. കൂടാതെ
ഇതിൻ്റെ അക്സസറീസ് എല്ലാം ഗ്യാസ് ഉൾപ്പെടെ 1 വർഷം 2 വർഷം 4 വർഷം ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ സർവീസിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. സർവീസിന്റെ കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. കാരണം എല്ലാ സർവീസുകളും നമുക്ക് സ്പോട്ടിൽ തന്നെ സംവിധാനമുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പ്രഷറെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ബ്രോംജിലോട്ട് പോന്നാൽ ഗൃഹോപകരണ സ്ഥാപനങ്ങളെല്ലാം നമുക്ക് എല്ലാവിധ ഗൃഹോപകരണ സാധനങ്ങളും കൂടാതെ എയർ കൂളർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കിനിയും വാഷിംഗ് മെഷീന്റെ സെക്ഷൻ ഉണ്ട്. ചേട്ടാ വാഷിംഗ് മെഷീന്റെ സെക്ഷനാണ് മൊത്തം അല്ലേ? അതെ, അത് ശരി. അപ്പൊ പ്രേക്ഷകരെ വാഷിംഗ് മെഷീന്റെ ഒരു സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ തന്നെ 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഹോം അപ്ലയൻസും നമ്മൾ ഫ്രിഡ്ജിന്റെ കണ്ടു. ഇപ്പൊ ഇവിടെ വാഷിംഗ് മെഷീന്റെ ആണ്. അപ്പൊ ഈ വാഷിംഗ് മെഷീന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പൊ ചേട്ടാ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അതെ, ഇത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ്. ഇത് 7 കിലോ കപ്പാസിറ്റി ഉണ്ട്. ഇതിന് 7 കിലോ കപ്പാസിറ്റി ഉണ്ട്. ഇതിന് മോട്ടറിന് 5 വർഷം ഗ്യാരണ്ടി ഉണ്ട്. 5 വർഷം ഗ്യാരണ്ടി നമുക്ക് 2 വർഷം കൊടുക്കാവുന്നതായിരിക്കും. എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ്. ഇത് 8 കിലോയുടെ വാഷിംഗ് മെഷീൻ ആണ്. സെമി ഓട്ടോമാറ്റിക് 8 കിലോയുടെ വാഷിംഗ് മെഷീൻ ആണ്. 8 കിലോ അല്ലേ? അതെ. ഇത് 7.5 കിലോയുടെയാണ്. ഇതിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ പറയാം. അതെ, അത് എല്ലാ കമ്പനിയുടെയും വാറണ്ടി എല്ലാം സെയിം തന്നെയാണ്. കാരണം എല്ലാത്തിനും 5 വർഷം തന്നെ ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതെല്ലാം ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ്. ഇത് നല്ല കപ്പാസിറ്റി ഉള്ളതാണ്. 7 കിലോ കപ്പാസിറ്റി ഉണ്ട്. 6 കിലോ 6 കിലോ 8 കിലോ ഓട്ടോമാറ്റിക്. അതെ, ഇതെല്ലാം ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇതൊക്കെയാണ് നമ്മൾ ചേട്ടനെ എന്ന് പരിചയപ്പെട്ടുള്ളത്. ചേട്ടാ പേര്? എന്റെ പേര് ബാബു. എവിടെ താമസിക്കുന്നത്? എരുമേലിക്കടുത്ത് കണ്ണിമല എന്ന സ്ഥലത്ത്. എത്ര വർഷമായി ഇവിടെ സ്ഥാപനത്തിൽ? 26 വർഷമായി. ഓ, 26 വർഷമായി അല്ലേ? അപ്പൊ 26 വർഷമായിട്ട് ഈ ഷോപ്പിന്റെ ഉള്ള ആളാണ് നമ്മുടെ ബാബുചേട്ടൻ. ഈ ഷോപ്പിന്റെ ഒരു മുത്താണ് ബാബുചേട്ടൻ. അപ്പം എരുമേലിക്കാരുടെ ഒരു അസറ്റാണ് നമ്മുടെ പ്രോംറ്റ് ഈ സ്ഥാപനം. 40 വർഷത്തോളം പ്രവർത്തന പാരമ്പര്യമുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ, പ്രോംറ്റിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. എരുമേലിക്കാരായ നിങ്ങളും ഇതിലെ യാത്ര പോകുന്നവരും തീർച്ചയായിട്ടും ഇവിടുത്തെ വിശേഷങ്ങൾ, സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പൊ ശരി ചേട്ടാ, ഓക്കെ, ശരി, പോകട്ടെ. അപ്പം പുതിയൊരു കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. ധാരാളം കടകളും ഒരുപാട് കെട്ടിടങ്ങളും ഉണ്ട്. വൃശ്ചിക മാസത്തിലൊക്കെ ഇതിലെ വരുമ്പോഴത്തേക്കും ഇവിടെ അയ്യപ്പന്മാരുടെ ഒരു നല്ല കാഴ്ചയാണ്. നല്ല ഭംഗിയാണ് അയ്യപ്പസ്വാമിയെ കാണാൻ. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡാണ്, എരുമേലി ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടെ ഓട്ടോറിക്ഷകളും നിരനിരയായിട്ട് കിടക്കുന്നത് കാണാം. ഞങ്ങളിവിടെ ഒന്ന് ക്രോസ് ചെയ്യാൻ നോക്കുവാണ്. ഒരു രക്ഷയില്ല, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓണടിച്ച് പോകുന്നു. പ്രഷറെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് എരുമേലിയിലുള്ള പള്ളിക്കൽ എന്ന ഫർണിച്ചർ ഷോപ്പിന് മുമ്പിലാണ്. ഇവിടെ ഇവർക്ക് ഒരു സഹോദര സ്ഥാപനം കൂടെ ടെക്സ്റ്റൈൽസുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അകത്ത് കയറി കാണാം. ബാ. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നാണ് ഒരു വിശേഷം? മഴയൊക്കെ മഴ ഭയങ്കര മഴ. ഇന്നും ഇന്നലെ ഒക്കെ ആയിട്ട് തകർപ്പൻ മഴയായിരുന്നല്ലേ? അതല്ലേ? നമ്മള് പേര് പറഞ്ഞില്ല. എന്റെ പേര് നെജി അല്ലേ? എത്ര വർഷമായിട്ട് നമ്മുടെ ഷോപ്പ്? ഞാനിപ്പോ ഒരു 15 വർഷമായി. 2006 മുതലുള്ള ഷോപ്പ്. 2006 മുതലുള്ള ഷോപ്പ് ചാർജ് ചെയ്ത്. അപ്പൊ ഇവിടുത്തെ ഞങ്ങളിതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് പരിചയപ്പെടാമല്ലോ. ആരാ പരിചയപ്പെടുത്തുന്നത്? നമുക്ക് പരിചയപ്പെടാൻ നമ്മുടെ സ്റ്റാഫ് തന്നെ ഉണ്ട്. അപ്പൊ നമുക്കൊരു ടെക്സ്റ്റൈൽസ് ഒക്കെ ഇല്ലേ? ടെക്സ്റ്റൈൽസ് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എരുമേലി തുടങ്ങിയിട്ട് മലബാർ സിൽക്ക് എന്ന് പറയും. യൂണിയൻ ബാങ്കിന്റെ ഓപ്പോസിറ്റ്. അത് ഇവിടെ 4 വർഷം കഴിഞ്ഞിപ്പോ. 4 വർഷം. പിന്നെ നമുക്ക് മുക്കൂട്ടാറയിലുണ്ട്. അതൊരു 15 വർഷത്തോളമായി. 15 വർഷത്തോളം ടെക്സ്റ്റൈൽസ്. അപ്പം എരുമേലിലെ ഒരു കൊച്ചു മുതലാളിയാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഇവിടെയുള്ള ആൾക്കാരുടെ സഹകരണം കൊണ്ട് നമ്മള് പോകുന്നു. പിന്നെ നമുക്ക് കൂടുതലും സാധാരണപ്പെട്ട ആൾക്കാരുടെ സാധനങ്ങളാണ് കൂടുതൽ. അവരുടെ സഹായമാണ് നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെപ്പം നിർത്തുന്നു അന്നേരം നമ്മൾ നിർത്തും. അപ്പോഴത്തേക്കും ഏതായാലും സാധാരണക്കാരുടെ സഹകരണങ്ങളും കച്ചവടങ്ങളും ഒരുപാട് ഉണ്ടാകട്ടെ. അപ്പൊ ഞങ്ങളെ ആ സ്റ്റാഫിനെ വിളിക്കണം. നമുക്ക് എല്ലാം കാണിച്ചു. ഹലോ, നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? എന്താ പേര്? ശിഹാബ്. ശിഹാബ് എത്ര വർഷം ഇവിടെ ജോലി ചെയ്യുന്നത്? ഇവിടെ 9 വർഷമായി. 9 വർഷമായി അല്ലേ? ഇപ്പൊ ഞങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഒന്ന് പരിചയപ്പെടുത്താവോ? എന്താ ആദ്യം എന്താ പരിചയപ്പെടുന്നത്? അലമാരി സെക്ഷനാണോ? നമുക്ക് മെയിനായിട്ട് അലമാരിയാണ് മെയിനായിട്ടുള്ള അല്ലേ? ഫർണിച്ചർ ഐറ്റംസ്, പിന്നെ ഹോം ഐറ്റംസ് ഉണ്ട്. ഹോം അപ്ലയൻസ് അല്ലേ? അപ്പൊ അത് ശരി. അപ്പൊ അലമാരിയുള്ള പ്രഷറെ അലമാരിയാണ് ഇവിടെ മൊത്തം. കേട്ടോ, അലമാരിയാണ് നിറഞ്ഞിരിക്കുന്നത്. കാണിക്കുമ്പോ ഇത് മറ്റേ മൾട്ടിവുഡ് ഐറ്റംസുകളൊക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ, മൾട്ടിവുഡ് ഐറ്റംസുകൾ. മൾട്ടിവുഡിന്റെ ഐറ്റംസുകളാണ് പ്രഷറെ ഇവിടെ ഇരിക്കുന്നത് മൊത്തം. നമുക്ക് കൂടുതലും പോകുന്ന ഇപ്പം കൂടുതലും വുഡിന്റെ ഐറ്റംസ് ആകും. വുഡിന്റെ ഐറ്റംസുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലേ? ബെഡ് ഉണ്ടല്ലേ? പിന്നെ ബെഡ് ഉണ്ട്. ബെഡ് എല്ലാ ഐറ്റംസുകളും ഉണ്ടെന്ന് തോന്നുന്നു.
എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. എല്ലാ ബ്രാൻഡും ബെൽറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇതൊക്കെ തുണിയിടാനുള്ള സ്റ്റാൻഡുകളായിരിക്കും. അതെ അതെ അതല്ലേ. പക്ഷേ നമുക്ക് സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാണാം. വാ, ഇവിടെ ഉണ്ട് വർഷങ്ങൾ പരിചയമുള്ള രണ്ട് സൈക്കിൾ പണിയാനുണ്ട്. അപ്പൊ ചേട്ടാ പേര് പറഞ്ഞു? ശിവൻ. എത്ര വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു? 5 വർഷമായി. 5 വർഷമായിട്ട് നിൽക്കുന്നു അല്ലേ? അപ്പൊ ശിവൻ ചേട്ടനാണിത്. ഇവിടുത്തെ റിപ്പയറിംഗ് ആണല്ലോ സൈക്കിളിന്റെ. പക്ഷേ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള നിരവധി സൈക്കിളുകളാണ് ഇവിടെ ഉള്ളത്. നോക്കിക്കണ്ടോ. പിന്നെ കൂടാതെ ഇലക്ട്രിക് സൈക്കിളും ഉണ്ട് നമുക്കിവിടെ. സൈക്കിള് റിപ്പയറിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മെഷീനറികളൊക്കെ ഇവിടെ, മെഷീൻസുകളൊക്കെ നന്നാക്കി റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. പ്രേക്ഷകരെ, പള്ളിക്ക ഏജൻസീസിന്റെ ഫർണിച്ചറുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കോർണർ സെറ്റുകളാണ്, അതുപോലെ ടീപ്പോയികളാണ്, ദീപാങ്കോട്ട്, ചൂരൽ കസേര, ചൂരൽ തൊട്ടികൾ, അതുപോലെ തന്നെ ഓഫീസ് ചെയർ കണ്ടോ, ഫൈബർ ചെയർ. ഇത് നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അടുത്ത കാഴ്ചകൾ അവിടെയാണ്. മെഷീനിന്റെ ഒരു ശേഖരമാണ് ഇവിടെ. ഇതുണ്ടോ, തയ്യൽ മെഷീനുകളാണ് ഇവിടെ ഉള്ളത് കണ്ടോ. കുട്ടികൾക്കായിട്ടുള്ള ബേബി സൈക്കിളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫൈബർ കസേരകള്. ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഉണ്ടോ, മുതിർന്ന കുട്ടികൾക്കായിട്ടുള്ള സൈക്കിളുകളാണ് മൊത്തം കണ്ടോ. ഒരു ലേഡീസ് സൈക്കിൾ ഉണ്ട്. ഓക്കെ കണ്ടോ, അടിപൊളി, സൂപ്പർ. പ്രേക്ഷകരെ, നമ്മളിപ്പോൾ പരിചയപ്പെട്ട പള്ളിക്കൽ ഏജൻസിയുടെ സഹോദര സ്ഥാപനമായ മലബാർ സിൽക്സിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പോയി കാണാം. ബാ. ഹായ് പ്രേക്ഷകരെ, ഓക്കെ, അടിപൊളി അടിപൊളി ശേഖരങ്ങളാണ് നമുക്കിവിടെ. സെലക്ഷനുകൾ ഇഷ്ടംപോലെ ഉണ്ട്. മുണ്ടുകൾ, അതുപോലെ തന്നെ ഇതുണ്ട്, ഷർട്ടുകളുടെ ഒരു ശേഖരങ്ങളാണ് മുഴുവനും. അതുപോലെ തന്നെ അതെ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഐറ്റംസുകൾ, ഇവിടെ നൈറ്റുകളുടെ ഒരു ശേഖരങ്ങളാണ് ഇവിടെ മുഴുവനും കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരുപാട് സെലക്ഷൻസുകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എരുമേലിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല വൈബായിട്ടുള്ളൊരു കടയാണ് മലബാർ സിൽക്സ്. അതുപോലെ തന്നെ ധാരാളം കളക്ഷൻസുകൾ ഇവിടെ ഉണ്ട്. മിതമായ നിരക്കിൽ നമുക്കിവിടെ സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. കുട്ടികളുടെയൊക്കെ ധാരാളം ഉടുപ്പുകളുടെ സെലക്ഷനുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, സാരി സെലക്ഷനുകൾ, അതുപോലെ തന്നെ മുണ്ട്, സെറ്റ് മുണ്ട്, ചുരിദാറ്, ഒരുപാട് ഐറ്റംസുകളുണ്ട്. അപ്പൊ പ്രേക്ഷകരെ, നജിവണ്ണന്റെ മകൻ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇങ്ങോട്ട് 2 വിശേഷമൊക്കെ ചോദിക്കാം. മോനെ പേരെന്നടാ മുട്ടെ? ഓ, എന്താ പൊന്നു, എന്നാ പേര്, അടിപൊളി പേരാണല്ലോ. എത്രല്ല പഠിക്കുന്നേ? LKG. പാട്ടൊക്കെ പാടുവോ? അന്നൊരു പാട്ട് പാടി, സ്കൂളിൽ പഠിപ്പിച്ചൊരു പാട്ട് പാടി കേൾക്കണം. നല്ലതാണെങ്കിൽ സമ്മാനം. ജോണി ജോണി അടിപൊളി, സൂപ്പർ. ഇതാണോ പാട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞേ? കൈ കൊടുത്തേ. സൂപ്പറാട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ പള്ളിക്കലെ വിശേഷങ്ങൾ കണ്ടല്ലോ. അവരുടെ സഹോദര സ്ഥാപനമായ മലബാർ സിൽക്സിന്റെ വിശേഷവും നിങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ പ്രോഗ്രാം കണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത മൈസൂർ ഗോൾഡിനും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ ബൈ.